നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ചിലർക്കൊക്കെ അത് അറിയായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഞാൻ ഇതൊന്ന് അറിയാൻ വയ്യാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടെണ്ണം, ഒന്നല്ല രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേണ്ട ഞാൻ 2 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇതുപോലെ ചീസ് സ്ലൈസ് ചീസാണേ. അത് ഇതുപോലെ വാങ്ങാൻ കിട്ടും. മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്ട് ഇതുപോലെ നമുക്ക് സ്ലൈസായിട്ട് ഇത് കിട്ടും കേട്ടോ. ഈ രീതിയിലുള്ള ചീസ് കിട്ടും. ഇങ്ങനെയുള്ള ചീസ് തന്നെ വേണം ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം പിന്നെ ഇതാണ്ട മുട്ട ദേ അത് നമുക്ക് അതിനകത്ത് വെക്കുമ്പോൾ പിന്നെ മറ്റേ ചീസ് വേണമെങ്കിൽ ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ ഈ ചീസാണ് ഇതിനകത്ത് ചെയ്യാൻ എളുപ്പം. പിന്നെ ഇതെൻ്റെ മുട്ട ഞാനൊരു 3 മുട്ട, ഒരു നോർമൽ രീതിയിൽ ഈ മുട്ടയ്ക്ക് ഞാനൊരു ചെറിയ രീതിയിൽ ഉപ്പ് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട 3 എണ്ണം പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് തക്കാളി ഈ രീതിയിൽ അരിഞ്ഞും ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പം നമുക്ക് ഇനി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തവ എടുത്ത് വെച്ചിട്ട് അത് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു നോർമൽ മായമൊക്കെ കൊടുത്ത് ഞാൻ തവയൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ട അത് ചൂടായിട്ടുണ്ട്. തവ ചൂടായപ്പോൾ ഞാൻ വേണ്ട ഇവിടെ അത് സ്ലൈസ് ചീസ് എടുത്ത് വെച്ചു. വീണ്ടും ഞാൻ വേണ്ട ഈ ഭാഗത്ത് വീണ്ടും ഞാൻ അങ്ങനെ 2 ചീസ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചു. എന്നിട്ട് ഞാൻ ഈ മുട്ട ഇതിലേക്ക് ഞാനങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണേ. മൊത്തത്തിൽ ഞാൻ മുട്ട അങ്ങ് ഒഴിച്ചു. അതിലേക്ക് ഞാൻ ആ ഒരു ചീസിൻ്റെ ഭാഗത്ത് തന്നെ ഞാൻ ആ ബ്രെഡിനെ എടുത്ത് വെച്ചു. ചീസിൻ്റെ മുകളിൽ തന്നെ വേണം കേട്ടോ നമ്മൾ ആ ബ്രെഡ് എടുത്ത് വെക്കാനായിട്ട്. ഞാനിപ്പോൾ അങ്ങനെ ഞാൻ ബ്രെഡിനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എന്നിട്ട് ഞാനൊരു തവി എടുത്തിട്ട് വരട്ടെ, കൈ കൊണ്ട് പറ്റണില്ല. എന്നിട്ട് ഞാൻ ഈ ബ്രെഡിനെ ഇങ്ങനെ തന്നെ ഉയർത്തിയിട്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചും കൂടി ഇടണം കേട്ടോ. ഈ രീതിയിൽ ഇങ്ങനെ തിരിച്ചിടുക. ഒരു ബ്രെഡ് അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ, സോറി കേട്ടോ, ക്ഷമിക്കുക. ഞാനിതിനെ ഒന്ന് തിരിച്ചിട്ടുകൊണ്ട് വരാവേ. എനിക്ക് ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ട് അതിനെ എടുക്കാൻ പറ്റണില്ല. അപ്പം ഞാനിതൊന്ന് തിരിച്ചിടട്ടെ. എന്നിട്ട് ദാണ്ട് ഈ മുട്ടയും ബ്രെഡും കൂടെ ഒരുമിച്ചത് ഇങ്ങനെ നമുക്കിതിനെ അങ്ങ് തിരിച്ചിടണം കേട്ടോ. ഈ രീതിയിൽ തന്നെ വേണം നമ്മൾ തിരിച്ചിടാനായിട്ട്. അപ്പം ഞാൻ ഇത് ആ രീതിയിൽ തന്നെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇത് മൊത്തത്തിൽ വേണം കേട്ടോ. അത് ഇതുപോലെ അങ്ങ് തിരിച്ചിടുക കേട്ടോ. ഒരുമിച്ച് ഞാൻ അതിനെ എടുത്ത് അങ്ങ് നന്നായിട്ട് തിരിച്ചിട്ടു. അത് ആ പാനിൻ്റെ സൈഡിലെല്ലാം വന്നതുകൊണ്ടാണ് ഇച്ചിരി ഇളകാനൊരു ബുദ്ധിമുട്ട് വന്നത്. പാനിനകത്ത് നിൽക്കണം ഞാനിപ്പോൾ മുട്ട ഇങ്ങനെ കറക്കി എടുത്തപ്പോൾ അത് ഈ സൈഡിലെല്ലാം അങ്ങ് മുട്ട ഒഴിച്ചു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നിട്ട് ഞാൻ ഇതാണ്ട് അപ്പോൾ നമ്മൾ മുട്ട വെച്ചുവല്ലോ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഈ സൈഡ് കൊണ്ട് തന്നെ ഇച്ചിരി വലിയ പാൻ എടുക്കാമെന്നുണ്ടെങ്കിൽ അത് തന്നെ. ഇപ്പം മുട്ട ഒന്നുകൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ. മുട്ട ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തീ കൂട്ടിയിട്ടെ. മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇനി 2 സൈഡിൽ നിന്ന് ഞാനിങ്ങനെ മടക്കി അങ്ങ് എടുക്കുവാണേ. അല്ല ഈ രീതിയിൽ ഇങ്ങനെ മുട്ടയെ അങ്ങ് മടക്കാം. ഇച്ചിരി വലിയ പാൻ എടുക്കുക കേട്ടോ. ഇതെനിക്ക് ചെറിയ പാനായിപ്പോയി, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനിനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഈ സൈഡിലൊക്കെ ഞാനിങ്ങനെ വെക്കുവാണ് തക്കാളി. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിനെ ഇങ്ങനെ അങ്ങ് മടക്കാം കണ്ടോ. ഈ രീതിയിൽ മടക്കാം. ഒരു തക്കാളി ചാടിപ്പോയി, ഞാൻ അതിനങ്ങ് മാറ്റി. കാരണം എൻ്റെ കയ്യിലിപ്പോൾ ഇതിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ക്യാമറ പിടിച്ചുകൊണ്ട് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നന്നായിട്ട് 2 കൈ കൊണ്ട് തവയെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ മടക്കിയെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ അങ്ങ് ഇടുക. ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പം രാവിലെയൊക്കെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെയോ വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റൂസിൻ്റെ ഇലയോ മറ്റെന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ വെക്കാം ഈ തക്കാളിയുടെ ഒപ്പം. ഞാനിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല, ഞാൻ വെറും തക്കാളി മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും ഇലയൊക്കെ വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞ് അതിനകത്തേക്ക് കൊടുത്തിട്ടൊക്കെ നമുക്ക് മടക്കിയെടുക്കാം. ഈ രീതിയിലാണ് നമുക്കതിനെ കിട്ടുക. അപ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡ് മടക്കുമ്പോഴേ
ഒന്നുകൂടെ നന്നായിട്ട്, വലിയ പാനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മടക്കാൻ പറ്റും. എൻ്റെ ചെറിയ പാനായതുകൊണ്ടാണ് ഇതിങ്ങനെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കുറച്ചുകൂടി മുട്ടയെ വലുതാക്കിക്കൊണ്ട് അപ്പോൾ വീതിയിൽ നമുക്ക് മടക്കാനുള്ള സ്പേസ് കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റുക. അതിൻ്റെ അടുത്ത ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമതൊരു ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേണ്ട ഇത്രയും തക്കാളി, ആ സൈഡിലിരിക്കുന്ന പച്ചമുളകാണ്, പച്ചമുളക് അരിഞ്ഞ് വെച്ചു. പിന്നെ അതിന് ഇത്രയും മല്ലിയില, 1 സ്പൂണോളം സവാള, കുറച്ച് മല്ലിയില, പിന്നെ കുരുമുളക്, ഉപ്പ്, പിന്നെ അതായത് മസാല ചീസാണ്, പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ വീണ്ടും ഞാനിതുപോലെ ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ ഇങ്ങനെ സ്ലൈസ് ആക്കി വെച്ചിരുന്ന ചീസ് ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന ചീസാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ചീസ് ഞാൻ ഇട്ട് കൊടുത്തു. ഇതാണ്ട ചീസ് അത് അവിടെ നിന്ന് ഉരുകി എടുക്കുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് എൻ്റെ മുട്ട എടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ 3 മുട്ട എടുത്ത് വെച്ചിരുന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ചീസ് കട്ടിയായിട്ടിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് സാരമില്ല കേട്ടോ. അപ്പം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ഉപ്പ് പൊടിയും ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചു. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോൾ തന്നെ നമുക്കിനി ഇതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാളയും പച്ചമുളകും നമ്മളെപ്പോഴും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്ന കേട്ടോ നല്ലത്. നമ്മൾ സ്പൂൺ ഇട്ട് എത്ര മിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ എന്ത് പറഞ്ഞാലും. ഞാൻ ഇതിനകത്തോട്ടൊരു ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി കൊടുത്തു. ഈ മിക്സ് ചെയ്ത സാധനം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ആ മുട്ട റെഡി ആയിട്ട് അതിനകത്ത് ഹാഫ് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് 2 മിനിറ്റ്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് ലേശം കുരുമുളക് പൊടിയും സ്വല്പം ലൈം ജ്യൂസും കൂടെ ഇതിനകത്ത് ഞാൻ വീണ്ടും മിക്സ് ചെയ്യണേ. 2 മിനിറ്റ് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തുവല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ മുട്ട റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഹാഫ് നമുക്ക് ഈ ഫില്ലിങ് അങ്ങ് കൊടുക്കാം. ഫില്ലിങ് കൊടുത്തുവല്ലോ. ഈ ഫില്ലിങ് കൊടുത്തതിനെ നമുക്ക് ഇനി ഒന്ന് മടക്കിയെടുക്കാം. വേണ്ട, കണ്ട ഈ രീതിയിൽ ഞാനിതിനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡ് ഇനി റെഡി ആവട്ടെ കേട്ടോ. റെഡി ആയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു മറിച്ചും ഒക്കെ ഇടാം. ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഇതിൻ്റെ അതും റെഡി ആയിട്ടുണ്ട്. നല്ല തിരിച്ചു മറിച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ. ഇത് തിരിച്ചിട്ട വഴിയിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും സാരമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ പീസാക്കി എടുക്കാം. ഈ മുറിച്ച ഭാഗത്തെ നമുക്കിത് ഈ രീതിയിൽ എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനെ ഉണ്ടോ ഈ രീതിയിൽ ഞാനിതിനെ അങ്ങ് പീസാക്കി. കഴിക്കാനും എളുപ്പമുണ്ട്. എന്തായാലും നമുക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഞാനിതിനെ അങ്ങ് പീസാക്കി എടുത്തു. അപ്പോൾ ഇതിനെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ 2 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചാൽ ഈസി ബ്രേക്ക്ഫാസ്റ്റ് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കാരണം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാൻ എടുത്ത ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെ എടുത്തിട്ട് അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് പീസാക്കി എടുക്കാം. കണ്ടോ? അപ്പം ഈ രീതിയിൽ പീസാക്കി എടുത്തിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിനകത്ത് എന്ത് വെജിറ്റബിൾസും വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടൊമാറ്റോ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതാണ്ട് നമുക്കിതിനെ ഈ രീതിയിൽ സോസിൽ മുക്കി നമുക്ക് ഇതിനെ കഴിക്കാവുന്നതാണ്. അപ്പം ഇത് എൻ്റെ ഈ ഈസി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവരോടും ടാറ്റാ.